ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സമസ്തയുടെ മുഖപത്രം രംഗത്ത് വന്നിട്ടുള്ളത്. സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതെന്നും ആശ്ചര്യപ്പെടുത്തുന്നത് എന്നുമാണ് വിമർശനം. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല. പുതിയ നിലപാട് ആരുടെ താല്പര്യമെന്ന ചോദ്യം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നതാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യം ഉയർത്തിക്കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിമർശനം ഉയരുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമം അനുസരിച്ച് മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള നോമിനി കൂടി ഉണ്ടാകണം വഖഫ് ബോർഡിൽ എന്നുള്ളതാണ്. പക്ഷേ അതിൽ കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ സർക്കാരിനെതിരായ വിമർശനം. അനീഷ്, തീർച്ചയായും വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒപ്പം ഇന്ത്യ മുന്നണി അങ്ങനെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു സാഹചര്യവും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് BJP നേതാവായ ഷോൺ ജോർജ് വഖഫുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജിയിൽ സർക്കാരിന്റെ അഭിപ്രായം തേടിയപ്പോൾ ഏതാണ്ട് BJP നേതാവിന്റെ അഭിപ്രായത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. ഈ നടപടി അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും ആണ് എന്നാണ് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത്. ബോർഡിൽ അമുസ്ലിം ഷിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താത്തതും ചില അംഗങ്ങളുടെ യോഗ്യത ചോദ്യം ചെയ്തും 4ഓളം ഹർജികളാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഈ താൽക്കാലികമായി മരവിപ്പിച്ച ഒരു വഖഫ് ഉന്നതത്തിന് താൽക്കാലികമായി മരവിപ്പിച്ച ഈ നിഗമനത്തിലേക്ക് കോടതി എത്തിക്കുന്നതിൽ അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിച്ച നിലപാടിലെ നിഗൂഢത മതേതര കേരളത്തെ കഠിനമായി തന്നെ ആശങ്കപ്പെടുന്നതാണ് എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനൊടുവിലത്തെ ഭാഗത്താണ് കൃത്യമായ വിമർശനവും സമസ്ത UDF സർക്കാരിനെതിരെ ഉയർത്തുന്നത്. മുനമ്പം വിഷയത്തിൽ UDF ഐക്യപ്പെട്ട തീരുമാനം വരുന്നതിന് മുമ്പ് അത് വഖഫ് ഭൂമി അല്ല എന്ന് പരസ്യമായി ഭരണ നേതൃത്വം പ്രഖ്യാപിച്ചത് നാക്കുപഴ മാത്രമാണോ, അല്ലെങ്കിൽ ആ നിലപാടിന്റെ ഒരു തുടർച്ചയാണോ ഇപ്പോഴത്തെ ഈ നിലപാട് എന്നും ചോദിക്കുന്നു. ഒപ്പം സർക്കാർ ആർക്കൊപ്പമാണ് എന്ന് ചോദിക്കുന്നവരുടെ ആകുലതകൾ കാണാതെ പോകരുത്. വഖഫ് കേസിൽ സർക്കാരിന് പറ്റിയ വീഴ്ച തിരുത്തി പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ആർജവം ഭരണ നേതൃത്വം കാണിക്കണം. അല്ലെങ്കിൽ ആ സാങ്കേതിക നടപടിക്രമം എന്ന ഓമനപ്പേരിൽ ചെയ്യുന്ന വീഴ്ചകളെ ന്യായീകരിക്കുന്നത് തുടരുകയാണെങ്കിൽ മതേതര മനസ്സുകൾ കൂടുതൽ അകലം സർക്കാരിൽ നിന്ന് പാലിക്കുന്നത് അതിവിദൂരമല്ല എന്നും കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ PMC അടക്കമുള്ള വിഷയങ്ങളിൽ സമസ്ത അവരുടെ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ വഖഫ് നിലപാടിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. അഭിലാഷ്, സമസ്തയുടെ മുഖപത്രമാണ് വലിയ തോതിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു വഖഫ് ബോർഡിൽ പുതിയ വഖഫ് ബോർഡിന്റെ രൂപീകരണം ഉണ്ടായത്. പക്ഷേ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹർജി നൽകിയ സാഹചര്യമുണ്ട്. BJP നേതാവ് ഷോൺ ജോർജ് ആണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാരിനോട് നിലപാട് ആരാഞ്ഞത്. ആ ഒരു ഘട്ടത്തിൽ സർക്കാർ എടുത്ത നിലപാട് ആണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്.